നമ്മൾ P2P ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ക്രിപ്റ്റോയിൽ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സോ നമ്മൾ നോർമലി നമ്മുടെ കയ്യിൽ USDT നമ്മൾ എന്താ ചെയ്യുന്നത്, P2P വൈസ് എല്ലായിട്ടാണ് ക്യാഷ് ആക്കുന്നത്. ഓക്കെ, വിഡ്രോ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കയ്യിലുള്ള USDT എന്ത് ചെയ്യും, നമ്മൾ വേറൊരാൾക്ക് ഒരു പേഴ്സൺ അയച്ചു കൊടുത്തിട്ട് ആ ഒരു പേഴ്സൺ എന്ത് ചെയ്യും, നമുക്ക് INR അല്ലെങ്കിൽ ഏതാണ് കറൻസി, ആ കറൻസി നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അയച്ചു തരാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ അവർ ഇപ്പോൾ നോർമലി ചെയ്യുന്ന ഈ മെത്തേഡിൽ നമ്മൾ അവർ ക്യാഷ് അയച്ചു തരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചില സമയത്ത് നമുക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. അക്കൗണ്ട് ഫ്രീസ് വരാറുണ്ട്, എമൗണ്ട് ലീനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നോർമൽ ചെയ്യുന്ന മെത്തേഡ് USDT എന്ത് ചെയ്യും, നമ്മൾ വേറൊരാൾക്ക് അയച്ചെടുത്തിട്ട് ആ ഒരാൾ എന്ത് ചെയ്യും, നമുക്ക് ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോർമൽ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് എത്തിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USDT സെല് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇവിടെ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ച വെബ്സൈറ്റ് ആണിത്. അറൗണ്ട് ഒരു 158 കൺട്രിയിൽ ഇത് പക്ക വർക്കിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണിത്. സോ ഒരു എക്സ്ചേഞ്ച് ആണിത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വർക്കിംഗ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നും നോക്കാണ്ടില്ല, സിമ്പിളായിട്ട് നമുക്ക് USDT സെല് ചെയ്യാൻ പറ്റും, ക്യാഷ് ആക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തന്ന കാർഡാണിത്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ USDT എന്ത് ചെയ്യുക, ആ പറയുന്ന വെബ്സൈറ്റിലോട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുക. ആ ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ USDT ലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, അവർ നമുക്ക് 2 കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിർച്വൽ കാർഡ്, അതുപോലെ തന്നെ ഫിസിക്കൽ കാർഡ്. നമുക്ക് ഈ ഒരു വിർച്വൽ കാർഡ് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനും വൈഫൈ കാർഡായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാത്ത പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക, ഫിസിക്കൽ കാർഡ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അവർ ഫിസിക്കലായിട്ട് നമ്മൾ ATM കാർഡ്, നമ്മൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് പോലത്തെ കാർഡ് എന്ത് ചെയ്യുക, അവർ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള USDT എന്ത് ചെയ്യും, ആ ഒരു എക്സ്ചേഞ്ചിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഫണ്ട് ഹോൾഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, അവർ തരുന്ന 2 കാർഡുണ്ട്. നമുക്ക് ഏത് കാർഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ATM വഴി വിഡ്രോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസിങ്ങും എല്ലാ കാര്യവും എന്ത് ചെയ്യാൻ പറ്റും, ആ കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് ഫണ്ട് കയറുന്നില്ല, അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്യാഷ് വരുന്നില്ല. പക്ഷെ നമ്മൾ USDT സെല് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ കയ്യിലുള്ള USDT എന്താ ചെയ്യുന്നത്, ഞാൻ എക്സ്ചേഞ്ചിലോട്ട് അയക്കുന്നുണ്ട്. ആ എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തരുന്ന കാർഡ്, അവർ 2 കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ, ആ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കാർഡ് യൂസ് ചെയ്യും തോറും നമ്മുടെ കയ്യിലുള്ള USDT ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ കിട്ട എമൗണ്ട് USDT ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള USDT ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ നോർമൽ ചെയ്യുന്നത് എന്താണ്, നമ്മൾ P2P ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞ ReDotPay ആണ് വെബ്സൈറ്റിൻ്റെ പേര്. ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ താഴത്തെ ലിങ്ക് വഴിയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴിയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻസ്റ്റൻ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് $5 ബോണസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ കാർഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50% ഓഫറും കിട്ടുന്നു. 50% ഓഫർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് വഴി തന്നെ അക്കൗണ്ട് എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അക്കൗണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നോക്കുക. അപ്പം വെബ്സൈറ്റിൻ്റെ പേര് ReDotPay ആണ് വെബ്സൈറ്റിൻ്റെ പേര്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമലി ചെയ്യുന്നത്, ക്രിപ്റ്റോ എന്ത് ചെയ്യും, നമ്മൾ വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അവർ എന്ത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് അയച്ചു തരും. ചിലപ്പോൾ അത് നമുക്ക് പ്രശ്നം വരാറുണ്ട്, നമുക്ക് ഫ്രീസ് വരാറുണ്ട്, എമൗണ്ട് ലീനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ USDT എന്ത് ചെയ്യും, ഈ എക്സ്ചേഞ്ചിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ദെൻ നമ്മൾ അവർ തരുന്ന കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. ഞാൻ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നതും പേയ്മെൻറ്റ് ചെയ്യുന്ന കാരണം ഞാൻ വീഡിയോ ഞാൻ ഈ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ കയ്യിലുള്ള USDT ഈ എക്സ്ചേഞ്ചിലോട്ട് മാറ്റുക. അതിനുശേഷം ആ എക്സ്ചേഞ്ചിൽ തരുന്ന 2 കാർഡാണ്. നമുക്ക് ഫിസിക്കൽ കാർഡാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ATM പോയാൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വിർച്വൽ കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ പേയിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, വൈഫൈ കാർഡ് പോലെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഓൺലൈൻ പർച്ചേസിങ്ങും ഇപ്പം Amazon, ഫ്ലിപ്കാർട്ടിനൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളിതിൽ ആഡ് ചെയ്താൽ USDT ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് മെത്തേഡ്. അപ്പോൾ അതിൽ ചെറിയ ഫീസും ആൾക്ക് അതിലുണ്ട്, ചെറിയൊരു ഫീസേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളാണ് യൂസ് ചെയ്യാൻ. അങ്ങനത്തെ ഫ്രോഡ് ഫണ്ട് കയറുന്ന ഇഷ്യൂസ് വരുന്നില്ല. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ക്യാഷ് വരുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിൻ്റെ പേര് ReDotPay ആണ്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അക്കൗണ്ട് എടുക്കാൻ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് അക്കൗണ്ട് കാരണം എടുക്കാം. വെരിഫിക്കേഷനൊക്കെ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് കൂടുതൽ വീഡിയോ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് $5 ബോണസായിട്ട് കിട്ടും. $5 എന്ന് പറയുമ്പോൾ അറൗണ്ട് 300-350 രൂപയായി നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടും. ആ ഒരു ബോണസ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊരു ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ദെൻ പിന്നെ നിങ്ങൾ കാർഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 50% ഓഫറും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് നല്ലൊരു മെത്തേഡാണ്. നമ്മൾ ക്രിപ്റ്റോയിലൊക്കെ P2P ചെയ്യുന്നവർക്കും ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് നല്ലൊരു മെത്തേഡാണത്. നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് അക്കൗണ്ട് എടുക്കുക. ReDotPay എന്ന വെബ്സൈറ്റിൻ്റെ പേര് ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.